ഡു നോട്ട് ബി സ്വെയ്ഡ് ബൈ ദി ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. അതായത് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളെ മാത്രം കേട്ടുകൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് പറയുന്നത്. ഇതൊരുപക്ഷെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിന്നും ഒരു നേതാവ് എന്നുള്ള രീതിയിൽ വളരണം എന്നുള്ളത് എല്ലാ വ്യക്തികളും ലക്ഷ്യമിടേണ്ട ഒരു കാര്യമാണ്. ഈ നേതാവാകേണ്ട കാര്യം എന്താണ്? നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? ഒരിക്കലുമല്ല. ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. ആളുകളെ നയിക്കുക നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ അവർക്ക് എങ്ങനെ തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറാം എന്നുള്ള രീതിയിൽ ഒരു വഴി കാട്ടിയായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു നേതാവായിട്ട് നമ്മൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടുന്നുണ്ടാകാം. പക്ഷെ എന്തൊക്കെ അഭിപ്രായങ്ങൾ കേട്ടാലും നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. അതാണ് ശരിക്കും ഒരു നേതാവിന്റെ വലിയൊരു കഴിവെന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ പല നേതാക്കന്മാർക്കും ശരിക്കും ആ ഒരു കഴിവില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാര്യം എന്ന് വെച്ചാൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് പല കാര്യങ്ങളും ചോദിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. 10 പേരോട് ചോദിക്കുമ്പോൾ 10 അതിൽ കൂടുതലോ അഭിപ്രായങ്ങൾ വന്നേക്കാം. അപ്പൊ അതിലേത് നമുക്ക് ഉറച്ചു നിൽക്കണം എന്നുള്ള ഒരു തീരുമാനം നമുക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റണം. അത് നമുക്ക് 1-2 ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാലക്രമേണ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കഴിവാണത്. അപ്പൊ ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുക. പക്ഷേ അതിലേതാണോ നല്ലത്, ഏതാണോ നമുക്ക് പ്രയോജനമുള്ളത്, ഏതുകൊണ്ടാണ് നമുക്ക് ഗുണമുണ്ടാകുന്നത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് വളർത്തിയെടുക്കുക. ആ ഒരു തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നതും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ പറയുന്നത് കേൾക്കണ്ട എന്നല്ല ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അവർ പറയുന്നത് കേൾക്കുക. പക്ഷേ അതിൽ നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണോ അത് തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട വലിയൊരു തീരുമാനം.